എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ ചാനൽ സിംപ്ലി ഇറ്റാലിയൻ. ഇന്ന് എല്ലാ ലാംഗ്വേജിനും അതിൻ്റേതായ നമ്പേഴ്സുകളുണ്ട്. ഇംഗ്ലീഷിനുണ്ട്, ഹിന്ദിക്കുണ്ട്, തമിഴിനുണ്ട്, മലയാളത്തിനുണ്ട്, എല്ലാ ലാംഗ്വേജിനും. അതുപോലെ തന്നെ ഇറ്റാലിയൻ ലാംഗ്വേജിനും അതിൻ്റേതായ നമ്പറുകൾ. അപ്പോൾ ഞാൻ 20 നമ്പേഴ്സ് പഠിച്ചാൽ തന്നെ നമുക്ക് എല്ലാ നമ്പറുകളെയും കൈകാര്യം ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ 20 നമ്പേഴ്സാണ് പറയുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം കൂടി ഈ വീഡിയോൻ്റെ ലാസ്റ്റിൽ ഞാൻ പറയുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾ കാണുമ്പോൾ സ്കിപ്പ് ചെയ്യാതെ കാണാം, ഫുള്ള് കാണാം, കുറച്ച് വിടണം. ഇതിപ്പോൾ ചിലപ്പോൾ ഒന്ന് ലോങ് ആവും, പക്ഷെ എന്നാലും ഞാൻ ശ്രദ്ധിക്കാൻ ചുരുക്കാൻ. ഓക്കെ. 1 2 3 4 5 6 7 8 9 10 11 12 14 15 16 17 18 19 20 എന്ന് പറഞ്ഞാൽ 20. മനസ്സിലായോ? ഒന്നുകൂടി പറയാം. 1 തുടങ്ങി 20 വരെയുള്ള നമ്പറുകളാണ് ഞാൻ പറയുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക, ക്യാച്ച് ചെയ്യാം. പ്രൊനൗൺസിയേഷൻ: 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20. ഓക്കെ, 20 നമ്പറുകളാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇത് നിങ്ങൾ കാണണം. 2 പ്രാവശ്യം 3 പ്രാവശ്യം ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് ബൈ ഹാർട്ടാകും. ഈ 20 നമ്പർ പഠിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇവിടെ ജോലി ചെയ്യുമ്പോഴൊക്കെ ഇപ്പോൾ ഇവർ ചോദിക്കും നമ്പർ, ഇന്നെന്താ ഡേറ്റ്, എത്രയായി ടൈം, സമയം എത്രയായി എന്നൊക്കെ ചോദിക്കും ഇവർ നമ്മളോട്. അപ്പോൾ നമുക്ക് നമ്പർ അറിയണം. ഇനി ഇവിടെ ബസ്സുകളൊക്കെ നമ്പർ ബസ്സുകളാണ്. അപ്പോൾ നമ്പർ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ബസ്സുകളൊക്കെ കയറി പോകാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അതാണ്. ഇനി ഞാൻ ഒരു അനുഭവം പറയാൻ പറഞ്ഞില്ലേ. നമ്പർ അറിയാത്തതിൻ്റെ ഒരു രാജ്യത്ത് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ലാംഗ്വേജ് ഇല്ലെങ്കിലില്ലേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് നമ്പർ അറിയാത്തതിൻ്റെ ഒരു വിഷമമാണ് ഞാൻ അനുഭവിച്ചതാണ്. അതായത് ഞാൻ സിസ്റ്ററായിരിക്കുമ്പോൾ അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഇവരുടെ ജനറേറ്റിലേക്കാണ് ഞാൻ വരുന്നത്. 5 ദിവസത്തിന് വേണ്ടിയിട്ട് ഇവിടെ കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഞാൻ നാട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നപ്പോൾ 5 ദിവസം വന്ന് ഞാൻ ഇവിടെ ജനറേറ്റിൽ നിന്ന് സിസ്റ്റേഴ്സ് വന്ന് എന്നെ കൊണ്ടുപോയി. അതിന് പിറ്റേ ദിവസം ഞങ്ങൾ അസീസിയെ പോയി. ഇവിടെ സെൻറ്റ് ഫ്രാൻസിസിൻ്റെ കബറിടത്തിലേക്കൊക്കെ പോയി, അവിടുത്തെ ചാപ്പലിലേക്കൊക്കെ പോയി. ആ പോണ സമയത്ത് നമ്മൾ 10 വരെ നമ്പർ കാറിലിരുന്ന് പറഞ്ഞിരുന്നു. എനിക്ക് പൊതുവെ കാറിൽ കയറിയ ഒരു ചുരുക്കെന്ന് പറയില്ല, നമുക്ക് തല അങ്ങനെ മുട്ടടിക്കണ പോലെ, ഛർദ്ദിക്കാൻ പറഞ്ഞ പോലെയൊക്കെ തോന്നും. അപ്പോൾ അങ്ങനെ അങ്ങനെ ഒരു മയക്കത്തിലും ഉറക്കത്തിലും അങ്ങനെ ഒരു സെൻസേഷനിലാണ് ഞാൻ ഇരിക്കുന്നത്. അങ്ങനെ ഇവർ പറഞ്ഞ നമ്പറിൽ എന്തൊക്കെയോ എൻ്റെ തലയിൽ കയറിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം സിസ്റ്റേഴ്സ് പറഞ്ഞു, ഈ അവിടെ ഒരു സിസ്റ്റർ ഞങ്ങളുടെ കോൺഗ്രിഗേഷനിൽ ഒരു പ്രോവിൻസിലെ സിസ്റ്റർ അവിടെ പഠിക്കുന്നുണ്ട്. ആ സിസ്റ്ററിനോട് പറഞ്ഞു എന്നെയും കൂട്ടി എവിടെയെങ്കിലുമൊക്കെ നിൽക്കൊണ്ട് കാണിക്കാൻ പോകും. അപ്പോൾ സിസ്റ്റർ എന്നോട് പറഞ്ഞു നമുക്ക് കാറ്റക്കോമ്പ് കാണാൻ പോകാം. കാറ്റക്കോംബ്സ് എന്ന് പറഞ്ഞാൽ വിശുദ്ധരടക്കുന്ന സ്ഥലമാണ്. അങ്ങനെ പോകാമെന്ന് വെച്ച് ഞങ്ങൾ ഒരുമിച്ച് ഇറങ്ങി. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു കവറിൽ കുറച്ച് ബിസ്ക്കറ്റ് അങ്ങോട്ട് ഉള്ളത് എൻ്റെ കയ്യിൽ കവറിലിട്ട്, പ്ലാസ്റ്റിക് കവറിൽ. അതും കൊണ്ട് ഞാൻ ഇറങ്ങി. സിസ്റ്ററും വന്നു. അങ്ങനെ ഞങ്ങൾ സിസ്റ്റർ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, വേറെ ഒന്നോ വന്നത്. എന്നിട്ട് എന്നെ അവിടെയാണ് പഠിക്കണേന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ എന്നെയും കൂട്ടി കൊണ്ടുപോയി. ബസ് കയറി. ഞങ്ങൾ ബസ് പുറപ്പെട്ടു. അപ്പോൾ ബസ്സിൽ കയറിയ വെച്ചപ്പോൾ ഭയങ്കര റഷ ബസ്. സിസ്റ്റർ പറഞ്ഞു എന്നോട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ ബാക്കിൽ കൂട്ടി ഞങ്ങൾ കയറിയത്. ആ ഡോറിൽ കൂട്ടി സിസ്റ്റർ ഇറങ്ങിയിട്ടുള്ളൂ, ഞാൻ ഡ്രൈവറോട് ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞു. സിസ്റ്റർ ഇറങ്ങി. ബസ് ഇലക്ട്രിക് ഡോറിന് ഇവിടുത്തെ ഇറങ്ങിയത് ഞാൻ ഉള്ളിൽ, സിസ്റ്റർ ഇറങ്ങിയാലും ഡോർ അടഞ്ഞു.
ഡോറടഞ്ഞ് ബസ് എടുത്തു പോയി. ബസ് അങ്ങനെ പോയി. അപ്പം എൻ്റെ വിചാരം ബസ് നല്ല റഷല്ല. എൻ്റെ വിചാരം സിസ്റ്റർ മുന്നിലുണ്ടെന്ന് വിചാരിച്ച് ഞാനും നിന്നു. അങ്ങനെ അവിടെ എനിക്കാണെങ്കിൽ ഇറ്റാലിയൻ ലാംഗ്വേജിൽ ഒന്നുമില്ല അവിടെ. വന്നതിൻ്റെ പിറ്റേ ദിവസം എന്ന് പറഞ്ഞ പോലെ അങ്ങനെ കയറി ബസ്സിലിരുന്ന് അവിടെ ബസ് എല്ലാവരും ഇറങ്ങിപ്പോയി. ലാസ്റ്റ് സ്റ്റോപ്പിൽ നിന്ന് തിരിച്ച് ബസ് റിട്ടേൺ ആണ് ഇവിടേക്ക് വരുന്നത്. ബസ് ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കാട് മുക്ക. അപ്പം എല്ലാവരും ഇറങ്ങിപ്പോയിട്ട് എന്നോട് ഇറങ്ങുന്ന ഇവർ പറയുന്നുണ്ട് ഡ്രൈവർ. ഞാനിങ്ങനെ ഇറങ്ങുന്ന സിസ്റ്ററിനെ കാണാനുമില്ല. അപ്പം ഞാൻ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. എൻ്റെ കൂടെ ഒരു സിസ്റ്റർ ഉണ്ടായിരുന്നു. അവർക്കൊന്നും ഇവിടെ ഇംഗ്ലീഷ് പരിമിതമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നതൊന്നും അവർക്കും തിരിയണം, അവർ പറഞ്ഞത് എനിക്കും തിരിയണില്ല. ഇറങ്ങുമ്പോൾ ഞാൻ ജീവനുണ്ടെങ്കിൽ ഞാൻ ഇറങ്ങുന്നുമില്ല ബസ്സിൽ നിന്ന്. ബസ് പോണത് ഒരു കാടുമുക്ക് പോലെ സ്ഥലങ്ങളില്ല ഞാൻ അവിടെ പോണത്. അങ്ങനെ തിരിച്ച് ബസ് ഞങ്ങളെ ഈ ട്രാഫിക് പോലീസിൻ്റെ അവിടെ ബസ്സിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പിൽ വന്ന് നിർത്തി. അവിടെ എന്നെ ഇറക്കി. ഞാൻ അവിടെ നിന്ന് ബസ് അവിടെ ഇട്ടു. അങ്ങനെ നിന്ന് കുറച്ച് നേരം കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചു ഇതിങ്ങനെ നിന്നെ എന്താ ചെയ്യുക, പോലീസുകാരൊക്കെ ഉണ്ട് അവിടെ, രാത്രിക്ക് എന്ത് ചെയ്യും. അങ്ങനെ ഇവർക്കിട്ട് ഞാൻ പറയുന്നത് മനസ്സിലാവില്ല, ഇവർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഞാൻ ഒരു സ്ത്രീ ഇങ്ങനെ കടന്നു പോയി ഇറ്റാലിയൻ എഴുതി. ആ സ്ത്രീയോട് ഞാൻ ചോദിച്ചു വത്തിക്കാനും ചോദിച്ചു. ഇവർ വത്തിക്കാനോ എന്ന് പറയാം, വത്തിക്കാനോ. എല്ലാത്തിനും ഒരു കുഴക്കിലൊക്കെ ഉണ്ട് ഇവരുടെ ലാംഗ്വേജിന്, ഇറ്റാലിയൻ ലാംഗ്വേജ്. വത്തിക്കാനോ. അപ്പം ഞാൻ വത്തിക്കാൻ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ആ സ്ത്രീ എന്നോട് പറഞ്ഞു ഒത്താന്തോനോ എന്ന് പറഞ്ഞു. ഒത്താന്തോനോ എന്ന് കേട്ടോ ഞാൻ ഒത്താന്തോനോ. അപ്പം നമ്പർ ഇങ്ങനെ നോക്കി. അപ്പോൾ ഓർത്തോ ഊനോ, വേഗം ഓർത്തോ ഊനോ എന്ന് പറഞ്ഞ വശം ഞാൻ അവിടെ ഒരു ഒത്താന്തോനോ ബസ് വന്ന അതിൽ ചാടി കയറിയ സമയം തുടങ്ങി ചോദിക്കണതാ വത്തിക്കാൻ്റെ ഉള്ളിലുള്ളവരോട് ടിക്കറ്റില്ലെങ്കിൽ ഭയങ്കര ഫൈൻ. അവിടെ ഭയങ്കര ഫൈനാ. ഇടയ്ക്കിടയ്ക്ക് ബസ്സിൽ കയറും. അന്ന് ദൈവാനുഗ്രഹം കൊണ്ട് കയറിയില്ലേ. എന്നിട്ട് ബസ്സിൽ ഒരു പ്ലാസ്റ്റിക് കവറും വെച്ച് കയറി വത്തിക്കാൻ ചോദിച്ച് അവിടെ ചെന്ന് എത്രത്തോളം. അപ്പം ഈ വത്തിക്കാൻ്റെ മുകളിലൊരു കൂമ്പളം പോലെയുണ്ട്. അവിടെ കാണുന്നിടത്ത് അവിടെ എത്തണേൻ്റെ അടുത്തായിട്ടൊരു സ്ത്രീ പറഞ്ഞാൽ ഇറങ്ങിക്കോന്ന്. ഞാനിറങ്ങിയ വശം വത്തിക്കാൻ്റെ അവിടെ നിന്ന് എത്തിയിട്ടില്ല. ഈ കൂമ്പളം എന്നാണ് തോന്നുന്നു പറയണത് കേട്ടോ. അത് കുറേ ദൂരം വെച്ച് കാണാം. അവിടെ വെച്ച് ഇറക്കി വിട്ടു. എന്നിട്ട് അവിടെ നിന്ന് നടന്ന് ഞാൻ ഈ കവറും പിടിച്ച് പേടിച്ചട്ടെ, സിസ്റ്ററെ കാണാനുമില്ല എനിക്ക്. അങ്ങനെ വത്തിക്കാൻ്റെ സ്ക്വയറിലെത്തി. വത്തിക്കാനിലെത്താൻ കാരണം എന്താ, ഏതെങ്കിലും സിസ്റ്റേഴ്സ് അച്ഛന്മാർ അവിടെ ഉണ്ടാവും, മലയാളീസ് ആരെങ്കിലുമൊക്കെ, ടൂറിസ്റ്റ് അല്ലേ, അപ്പോൾ അവിടെയൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അവിടെ ചെന്നത്. അവിടെ ചെന്ന് ഇറങ്ങി ഞാൻ സ്ക്വയറിലൊക്കെ ഒന്ന് നാലുപാട് നോക്കിയപ്പോൾ 2 സിസ്റ്റേഴ്സ് ഒരു തൂണിൻ്റെ അവിടെ ഇരിക്കുന്നു. ഞാൻ വേഗം അവരോട് ചെന്ന് പറഞ്ഞു, എൻ്റെ അവസ്ഥ ചെന്ന് അവരോട് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു സിസ്റ്റർ പേടിക്കണ്ട, ആരുടെ കൂടെ പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ സിസ്റ്ററിൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവരറിയും. അപ്പം പേടിക്കണ്ട, ഞങ്ങൾ കൊണ്ടുപോയിക്കൊണ്ട് പേടിക്കണ്ടെന്ന്. എന്നാലും നമുക്കൊരു വിഷമവും പേടി ഇല്ലാണ്ടിരിക്കില്ലല്ലോ. അങ്ങനെ സിസ്റ്റേഴ്സ് കൊണ്ട് ഭക്ഷണം കഴിക്കും. എനിക്ക് ഭക്ഷണമൊന്നും വേണ്ട സിസ്റ്ററെ എന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നിൽക്കാതെ എന്ത് ചെയ്യും ഫോൺ നമ്പറിൽ ഒന്നുമില്ല നമുക്ക്. അങ്ങനെ ഇങ്ങനെ നിൽക്കണ സമയത്ത് എന്നെ കൂട്ടിക്കൊണ്ടുപോയി സിസ്റ്റർ ഉണ്ടല്ലോ പാസ് ചെയ്ത് പോണു വത്തിക്കാൻ്റെ ഇതിലേക്കൂടെ. ഞാൻ ഇടറിയ സ്വരത്തിൽ ഞാൻ സിസ്റ്റർ എന്ന് പറഞ്ഞ പേരോടുകൂടി വിളിച്ചു. ദൈവമേ, സിസ്റ്ററും വന്നു എന്നെ പൊരിഞ്ഞ വഴക്ക്. ഇയാളോട് ആരാ പറഞ്ഞിറങ്ങാൻ, ഇയാളോട് എവിടെ അവിടെ ഇറങ്ങായിരുന്നില്ലേ ഇവിടെ ഇറങ്ങായിരുന്നില്ലേ എന്നാണ് ആൾ പറയുന്നത്. ഞാൻ എവിടെ ഇറങ്ങും, എനിക്ക് ഏത് സ്റ്റോപ്പ് അറിയാം, ഒന്നും അറിയില്ല. ഇയാളോട് ആരാ പറഞ്ഞ അവിടെ ഇറങ്ങാം ഇവിടെ. സിസ്റ്റർ ഞാൻ പറയുന്നുണ്ട് ഒരുത്തിലിറങ്ങിയില്ലേ, ഞാനിവിടെ കയറിയോടെ തന്നെ വന്നിറങ്ങി. അല്ലാണ്ട് എന്ത് ചെയ്യാൻ പറ്റും, എനിക്കൊരു സ്ഥലം കയറിയത് എനിക്കറിയില്ല കേട്ടോ. സത്യം പറഞ്ഞാൽ എവിടെ കയറിയെന്ന് പോലും എനിക്കറിയില്ല. അവിടെ ബസ് കൊണ്ട് നിർത്തി തിരിച്ച് അവിടെ കൊണ്ടുവരും. എന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞേ അവിടെ പോവാ കാറ്റഗോൾസ്. ഞാൻ പറഞ്ഞു ഭയങ്കര ചീത്ത, വഴി നീള ചീത്ത. ഞാൻ പറഞ്ഞു ദയവ് ചെയ്ത് എന്നെ ഒരുത്തിരിക്ക് കൊണ്ടുവന്നു, നേരെ എന്നെ കോൺവെൻറ്റ് കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു, എനിക്കൊരു സ്ഥലവും കാണണ്ടേ എന്ന് പറഞ്ഞു. അപ്പോൾ കാണാം ഇനി കാണണ്ട, എന്നെ വേഗം മടത്തി കൊണ്ടുവന്നാക്കാൻ പറഞ്ഞു. അങ്ങനെ അന്ന് ഞാൻ നിർബന്ധത്തിൽ എന്നെ മടത്തി കൊണ്ടുവന്നാക്കി. എന്തോരന്ന് വേദനിച്ചേന്നറിയോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയണത്, നിങ്ങളിതുപോലെ ആവരുത്. ഇവിടെ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജോലിക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ, വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് നമ്പേഴ്സ്, ABCD, കുറച്ച് പരോളകൾ, കുറച്ച് വേർഡ്സുകളൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം എന്നാണ് എൻ്റെ ഈ അനുഭവത്തിലൂടെ നിങ്ങളോട് ഞാൻ പറയാനുള്ളത് കേട്ടോ. അപ്പം അത് എനിക്ക് അത് നമ്മുടെ ഒരു അനുഭവങ്ങളാണ് നമ്മുടെ ജീവിതത്തെ നമ്മളെ പഠിപ്പിക്കുന്ന അറിയില്ലേ, അതാണ്. അപ്പോൾ നിങ്ങളത് പഠിക്കണം, നമ്പേഴ്സ് പഠിക്കണം, ABCD പഠിക്കണം, പ്രൊനൗൺസിയേഷൻ കറക്റ്റായിട്ട് പഠിക്കണം.
കേട്ടോ. ഇവിടെ വരുന്നവർക്കാണ് മെയിനായിട്ട് ഈ ചാനൽ ഉപകാരപ്പെടുക. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത്രയും നേരം നിങ്ങൾ എന്നെ ശ്രമിച്ചതിന് താങ്ക് യു ഫോർ വാച്ചിങ്. ഗ്രാറ്റ്സിയെ മില്ലെ അർത്ഥം താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ഗ്രാറ്റ്സിയെ മില്ലെ. അതുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് മേ ഗോഡ് ബ്ലെസ് യു.